രാധാകൃഷ്ണൻ, ഈ എക്സിറ്റ് പോളുകളിൽ ദേശീയ തലത്തിലുള്ള വോട്ടിൻ്റെ ചില ഹൈലൈറ്റുകളുണ്ട്. ബി ജെ പി ആദ്യമായിട്ട് 40% NDA ക്രോസ് ചെയ്യും, 40% വോട്ട്. ഈ മുസ്ലിം വോട്ടുകളിൽ ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് 72%. അത് വന്നിട്ടുണ്ടാകും, കാരണം മോദി അത് വരുത്താൻ തന്നെ ആഗ്രഹിച്ചതാണല്ലോ. പക്ഷേ സ്ത്രീകൾ BJPക്ക് അനുകൂലമായി 49% പേര് വോട്ട് ചെയ്തിരിക്കുന്നു. യുവാക്കൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർ 48% വോട്ട് ചെയ്തിരിക്കുന്നു. ഈ മധ്യവയസ്കരാണ് 45% കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വോട്ടുകളിൽ. യുവാക്കള്, സ്ത്രീകൾ, അങ്ങനെ വലിയൊരു മാറ്റം 40%. പിന്നെ ഈ 2 തവണ ഭരിച്ചിട്ടും ഭരണാധികാരിക്ക് ഒരു തരംഗം അനുകൂലമായി. സാധാരണ നമ്മൾ ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബൻസി എന്ന് കേൾക്കും. ഇത്തവണ കൂടുതലും കേൾക്കുന്നത് പ്രോ ഇൻകംബൻസി എന്നാണ്. 2 തവണ ഭരിച്ചിട്ടും ഭരണത്തിന് അനുകൂലമായ വികാരം. ഇത് മോദിക്ക് എങ്ങനെ നേടാനാകുന്നു? അത് ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ അരിസ്റ്റോട്ടിൽ ഒതുങ്ങിങ്ങോടെ എല്ലാവരും. അരിസ്റ്റോട്ടിൽ നമ്മളുടെ നാട്ടിൽ ഇപ്പം നിലനിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും വോട്ട് ചെയ്യുന്ന ജനാധിപത്യത്തെ അരിസ്റ്റോട്ടിൽ അംഗീകരിച്ചിട്ടില്ല. അതിന് അരിസ്റ്റോട്ടിൽ ഇറ്റ് ഈസ് ദ വൾഗറൈസ്ഡ് ഫോം ഓഫ് ഡെമോക്രസി വിച്ച് ഈസ് മോബോക്രസി എന്നാണ് പറയുന്നത്. ഡിമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ ഗ്രീക്കുകാരനാകുക, അരിസ്റ്റോക്രാറ്റിക് ആകുക, പണമുണ്ടാകുക, ഭൂമി ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള യോഗ്യതകളുള്ള വളരെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേരടങ്ങുന്നതാണ് ഡിമോ. അവരുടെ ഭരണമാണ് ഡെമോക്രസി. അല്ലാതെ ഈ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നുള്ള ആ ഒരു സങ്കല്പമേ അരിസ്റ്റോട്ടിലിനുണ്ടായിരുന്നില്ല. ഇവിടെ എങ്ങനെയായിരുന്നു? കരം അടക്കുന്നവരൊക്കെയായിരുന്നു. അതെ അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇത് വൾഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മോബോക്രസി ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡെമോക്രസിയിൽ അങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ കണ്ടിട്ടുള്ളത്. മോബോക്രസി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറപ്ഷൻ വരും, ട്രാൻസ്പെറൻസി ഉണ്ടാകില്ല, എഫക്റ്റീവായിട്ടുള്ള ഭരണ സംവിധാനം ഉണ്ടാകില്ല. ഇതൊക്കെയാണ് അതിൻ്റെ കുഴപ്പമായിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇത് പിന്നീട് വന്ന എല്ലാ പണ്ഡിതന്മാരും ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് കറപ്ഷൻ വരും, അഴിമതി വരും, സ്വജനപക്ഷപാതം വരും, കാര്യക്ഷമതയില്ലായ്മ വരും, പിന്നെ സുതാര്യതയില്ലായ്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മോദി ഈ 4 കാര്യങ്ങളും ഉറപ്പ് നൽകിയിട്ടാണ് ഭരിക്കുന്നത്. മോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, മോദിക്കെതിരെ ഇത്രയും കൊല്ലമായി ഭരിച്ചിട്ടും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. വയൽ തോന്നിയതൊക്കെ കോതയ്ക്ക് പാട്ട് എന്ന നിലക്ക് രാഹുലും ഖാർഗെയും പറയാറുണ്ട്. പക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല. കാരണം ശ്രദ്ധ അർഹിക്കുന്ന വിധത്തിൽ ഉള്ള കാര്യങ്ങളല്ല എന്നറിയാം. അങ്ങനെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഭരണാധികാരി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മോദി ആർക്കെങ്കിലും ഒരു ഫേവർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. മോദിയുടെ കുടുംബക്കാർക്ക് മോദി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും അവരുടെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കേട്ട് ജീവിക്കുകയാണ്. അവർക്ക് വേറെ യാതൊന്നുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി യാതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഇതിനെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് പണ്ഡിറ്റ് നെഹ്റുവുമായിട്ടാണ്. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ 2 ബാല്യക്കാരെ MP-മാരാക്കി UP നിന്ന് ജയിപ്പിച്ചു കൊണ്ടുപോയി. അപ്പോൾ അന്ന് കോൺഗ്രസ്സിൽ ആരോ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ നെഹ്റു ഭക്തന്മാർ പറഞ്ഞത്, നെഹ്റുവിന് അവരുടെ സേവനം തുടർന്നും ആവശ്യമുണ്ട്, അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നതാണ്, അതിനുവേണ്ടി രാജ്യത്തിൻ്റെ MP ആക്കി കൊണ്ടുപോകുന്നത്. എന്തൊരു ധിക്കാരമാണ്. അങ്ങനെ ഒരാളെയും മോദി കൊണ്ടുവരുന്നില്ല. അപ്പോൾ സ്വജനപക്ഷപാതമില്ല, സുതാര്യമാണ്. മോദിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ, മോദി നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം പറയുന്നത് എവിടെയാണ്? പ്രകടന പത്രികയിൽ പറയുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ജനങ്ങളുടെ അംഗീകാരവും സമ്മതവും മേടിച്ചിട്ട് അത് നടപ്പിലാക്കിയാണ്.
അല്ലാതെ മോദി രഹസ്യമായി അതാര്യമായി ഒരു പരിപാടിയും നടപ്പിലാക്കുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്കും സ്ത്രീകൾക്കും സുരക്ഷിതത്വവും അന്തസ്സും ആത്മാഭിമാനവും ഉണ്ടാക്കുന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് മോദിയാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ഈ മോദിക്ക് അനുകൂലമായി സംസാരിച്ച സ്ത്രീകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, പുരുഷന്മാരെക്കുറിച്ചല്ല. അപ്പോൾ ഇന്ത്യയിലുള്ള സ്ത്രീകൾക്കെല്ലാവർക്കും ബോധ്യമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദി അവരുടെ ആത്മാഭിമാനത്തിനും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നൊരു പ്രധാനമന്ത്രിയാണ് എന്ന ബോധ്യമുണ്ടായി. ഇതാണ് ഈ പ്രോ ഇൻകംബൻസിക്ക് കാരണം. ഇന്ത്യയുടെ സംസ്കാരത്തിലും ചരിത്രത്തിലും അങ്ങനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദരിക്കുന്നത് കൊട്ടാരത്തിൽ തൂങ്ങിക്കിടന്ന് എന്ത് വന്നാലും ഞാനിത് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവരെയല്ല, കൊട്ടാരം വിട്ട് ഇറങ്ങിത്തിരിച്ച രാജകുമാരനെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരം ആദരിക്കുന്നത്. നമ്മുടെ സംസ്കാരം ആദരിക്കുന്നത് ഒരു മഹാസാമ്രാജ്യം മുഴുവൻ സ്ഥാപിച്ചിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ചു പോയ ദിലീപനെയാണ്, അഗ്നിവർണ്ണനെയല്ല. നമ്മുടെ സംസ്കാരം ആദരിക്കുന്നത് ഈ മഹാസാമ്രാജ്യങ്ങൾ മുഴുവൻ ഓരോരുത്തർക്കായി വീതിച്ചു കൊടുത്ത് കൈകളിൽ ദർഭപ്പുല്ലുകൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സരയുവിലേക്ക് നടന്നു നീങ്ങിയ ശ്രീരാമനെയാണ്. അങ്ങനെ നമ്മുടെ സംസ്കാരം ആദരിക്കുന്നത് മധുര മുഴുവൻ കത്തിയെരിഞ്ഞാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, കാരണം ഈ മധുരയെ ഞാൻ ഇതിൻ്റെ അധിപനല്ല, ഇതിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് എന്ന് പറഞ്ഞ ജനകനെയാണ്. അപ്പോൾ ഇങ്ങനൊരു മഹാസംസ്കാരത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മിഥില, മധുരയല്ല മിഥില, സോറി ക്ഷമിക്കണം, മിഥില. ആ മിഥില കത്തിയെരിഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞത്, കാരണം അതൊന്നും എൻ്റേതല്ല, രാജാവ് നിസ്വനാണ് എന്ന് അവതരിപ്പിച്ച് ലോകത്തിന് ആദരവുണ്ടാക്കിയ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് മോദി വരുന്നത്. ഇതൊരു വലിയ മാറ്റമാണ്. അത്തരക്കാരെ ആദരിക്കാനും അവരെ ആരാധിക്കാനുമുള്ള ഒരു കഴിവ് ഭാഗ്യവശാൽ ഇന്ത്യക്കുണ്ട്, ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കുണ്ട്. അവർ ജന്മനാ സത്യസന്ധരായതുകൊണ്ട് അവർക്കത് കഴിയും. ഇന്ത്യയിലെ ഏറ്റവും സത്യസന്ധരായ ജനങ്ങളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പശു എന്ന് പറയുന്ന, ചാണകം എന്നൊക്കെ പറയുന്ന, ബുദ്ധിയില്ല എന്നൊക്കെ പറയുന്ന സാധാരണക്കാർക്കാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ധാർമ്മിക ബോധം ഉള്ളത്. ആ ധാർമ്മിക ബോധം ഉണ്ട്. മോദിക്കും ഈ സഹോദരന്മാരുടെ മക്കൾക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കാരണം തേജസ്വി യാദവ്, തേജസ്വി പ്രതാപ്, രോഹിണി ആചാര്യ, മിസ ഭാരതി, അല്ല അതിപ്പോഴല്ലേ ദേവണ്ണയുടെ കുടുംബം, അല്ല ഗൗഡ കുടുംബം, അല്ല കുറച്ചുകൂടി പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ വിജയലക്ഷ്മി പണ്ഡിറ്റ്, പിന്നെ പ്രാണനാഥ് താപ്പർ, BM കൗള്, പിന്നെ കുറേ കാശ്മീരിൽ നിന്ന് വന്ന കുറച്ച് പേരുണ്ടല്ലോ ഇങ്ങനത്തെ മന്ത്രിസഭയിലൊക്കെ ആയിട്ട് ഇരുന്നിരുന്ന, അതൊക്കെ ചെയ്യാമായിരുന്നു. മോദിക്ക് അതില്ല. അപ്പോൾ അത് ജനങ്ങൾക്ക് സത്യസന്ധമായ ജീവിതം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന്, സത്യസന്ധമായ ജീവിതം ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് മഹാത്മാഗാന്ധിക്ക് കിട്ടിയ അംഗീകാരം. അതായത് മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണം രാമ, ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു രാഷ്ട്രപിതാവ് എന്ന് ആദരിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതവും സിദ്ധാന്തവും ഗൗരവപൂർവ്വം പഠിക്കാത്ത ഏക രാജ്യം ഇന്ത്യയാണ്. മഹാത്മാഗാന്ധി നിങ്ങൾ ഒരു സർവകലാശാല കാണിച്ചു തരൂ. പക്ഷേ ആ സിനിമ വന്ന ശേഷമല്ലേ നാട്ടുകാർ മുഴുവൻ ഗാന്ധി അറിഞ്ഞത്? ഒരു കാര്യം സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഒരുപാട് രംഗമുണ്ട്, അതിൽ ഒരു രംഗം ഞാൻ പറയാം. ആ തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു സ്ത്രീക്ക് ഗാന്ധി അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രം ഊരി പുഴയിലൂടെ ഒഴുക്കി കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. കണ്ട കണ്ണ് നിറഞ്ഞു പോകും. എൻ്റെ കണ്ണ് നിറഞ്ഞ് എനിക്ക് ഏങ്ങലടിച്ച് കരയേണ്ടി വന്നു. കാരണം അതിൻ്റെ പ്രത്യേകത, ആ സ്ത്രീക്ക് അപമാനം ഉണ്ടാക്കാതെ അവളുടെ ശരീരം മൂടാൻ വേണ്ടി ഈ മനുഷ്യൻ ഈ വസ്ത്രം കൊടുക്കാൻ കഴിഞ്ഞു. അന്ന് തുടങ്ങിയാണ് മേൽവസ്ത്രവും ഗാന്ധി ഉപേക്ഷിച്ചത്. മധുരയിൽ വെച്ചല്ലേ? മധുരയിൽ വെച്ച്. പിന്നെ
ഗാന്ധിയുടെ ജീവിതത്തെ ഇവരൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും എല്ലാം മഹാത്മാഗാന്ധിയുടെ സാഹിത്യം മുഴുവൻ വായിച്ച് ഹൃദിസ്ഥമാക്കിയവരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർക്കെല്ലാം അറിയാമല്ലോ. പക്ഷേ ഞാൻ അടക്കമുള്ളവർ ഈ ഗാന്ധിയെ കൂടുതൽ അറിഞ്ഞത് ഒരു സംശയവും വേണ്ട. ആ ഇൻസിഡൻസ് മുഴുവനും ഈ 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഗാന്ധി ഇങ്ങനെ എരച്ച് കയറിയ മനസ്സിലേക്ക് വന്നു എന്നുള്ളതൊരു സത്യമാണ്. അതിനു മുൻപ് മഹാത്മാഗാന്ധിയെ കാണുകയും അദ്ദേഹത്തെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഇവിടെ കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാർ വെറുതെ ആവശ്യമില്ലാത്ത വിഡ്ഢിത്തങ്ങൾ ഓരോന്ന് പറയും. കോൺഗ്രസ്സുകാരനായ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? മോദിക്ക് ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്. ഗാന്ധിയുടെ അഹിംസയെയും അദ്ദേഹത്തിൻ്റെ മറ്റേ സഹിഷ്ണുതയെയും ഇത് മോദിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് പറഞ്ഞോട്ടെ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഒന്നും മനസ്സിലാക്കി കൊടുക്കായിരുന്നില്ലേ? തനിക്കിതിൽ വിശ്വാസമില്ല എന്നും ഇത് ഭോഷ്കാണെന്നും ഇത് കൊണ്ടു നടന്നാൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നും കത്തെഴുതിയിട്ടുണ്ട്. ഞാൻ കൃത്യം പറഞ്ഞുതരാം, ഡേറ്റ് പറഞ്ഞുതരാം. 11/1/1928 ആ കത്തെഴുതുന്നത്. എന്നാൽ സത്യം, അഹിംസ, സഹിഷ്ണുത, ഹിന്ദുമത മൈത്രി, ഗ്രാമീണ തൊഴിൽ സംരംഭം, ചർക്ക എന്നിങ്ങനെ തുടങ്ങിയ ഒരു കാര്യത്തിലും തനിക്ക് വിശ്വാസമില്ല. ഒന്ന്, തനിക്ക് വിശ്വാസമുള്ളത് എന്തിലാണ്? പിന്നെ റഷ്യൻ സോഷ്യലിസത്തിലും വെസ്റ്റേൺ സെക്കുലറിസത്തിലുമാണ്. അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അങ്ങ് പറയുന്ന ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ആവശ്യമേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മനസ്സിലാകാതെ പോയ നെഹ്റുവിനത് മനസ്സിലാകാതെ പോയതോ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടെന്ന് കരുതിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലക്ക് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ ഉടൻ നടത്തിയ പ്രസ്താവന ഉണ്ടല്ലോ, ആ സാഹിത്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നേരത്തെ എഴുതി വെച്ച പോലെ ഉറപ്പായിട്ടും ആയിരിക്കും. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ ഒരാൾക്കും അതിനെക്കുറിച്ച് ഒരു സാഹിത്യ ഭാഷയിൽ പ്രതികരിക്കാനായിട്ട് കഴിയില്ല എന്നാണ് മനുഷ്യനെന്ന നിലക്കുള്ള എൻ്റെ അനുഭവം. നമ്മൾ കരയല്ലേ, ചിലർ പൊട്ടിക്കരയും, ചിലർ നിശബ്ദരായിട്ടിരിക്കും. അല്ലാതെ സാഹിത്യത്തിൽ പറയാൻ പറ്റുമോ? ആ വെളിച്ചം നഷ്ടപ്പെട്ടിരിക്കും. എന്തൊരു വൃത്തികെട്ട പ്രയോഗമാണത്. ഒരാൾ, അതും മഹാത്മാഗാന്ധിയെപ്പോലുള്ള ഒരാൾ വെടിയേറ്റ് മരിച്ചിട്ട്. അവിടെ എനിക്ക് നെഹ്റുവിനെ സംശയവും ഉണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. എന്താ കാര്യമെന്നറിയാമോ? പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. പോസ്റ്റ്മോർട്ടം നടത്താതെ ഏത് വെടിയുണ്ട ഏറ്റാണ് ഗാന്ധി മരിച്ചത് എന്ന് എങ്ങനെ നിശ്ചയിച്ചു? നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ കാലിൽ വെടിയേറ്റിട്ടുണ്ടാകും, മറ്റ് ശരീരത്തിൻ്റെ ഭാഗത്ത്. പക്ഷേ മരിക്കാൻ കാരണമായ ഒരു വെടിയുണ്ട ഉണ്ടായിരിക്കും. ആ വെടിയുണ്ട കണ്ടെത്തേണ്ട ബാധ്യത പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർക്കുള്ളതാണ്. ഗാന്ധി മരിച്ച വൈകാരിക അന്തരീക്ഷം മുതലെടുത്തിട്ട് അത് നടത്തിയില്ല. സത്യം പറഞ്ഞാൽ ഗോഡ്സെ അത് സ്വന്തം നിലക്ക് അംഗീകരിച്ചതുകൊണ്ട് കോടതി അത് വിധിച്ചു എന്നുള്ളതല്ലാതെ അത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട ഒരു വിധിന്യായമല്ല. അത് ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ആ ഹാജരാക്കിയ വെടിയുണ്ടയും ഈ ഹോളും തമ്മിൽ ഒക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ ഇത് വേറൊരു തോക്കിൽ നിന്നാണ് ഈ വെടിയുണ്ട വന്നേക്കണേ. അങ്ങനെ ഒരു സംശയം ഉണ്ട് അതിൽ. പിന്നെ അത് മാത്രമല്ല, അന്ന് മഹാത്മാഗാന്ധിയുടെ അന്വേഷണം നടത്താൻ വേണ്ടി വരുന്ന ബോംബെയിൽ നിന്ന് വരുന്ന പോലീസ് ഓഫീസർ 4 ദിവസം കഴിഞ്ഞ് തീവണ്ടിയിൽ യാത്ര ചെയ്തിട്ടാണ് എത്തുന്നത്. ഡൽഹിയിലെ ആൾ അവധിയായിരുന്നു. ഡൽഹിയിലത്തെ പോലീസ് മേധാവി അവധിയായിരുന്നു. അല്ല, ഇയാൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അപ്പം തന്നെ ഫ്ലൈറ്റിന് ഒന്ന് വിമാനമുണ്ട്, വിമാനത്തിന് കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കേണ്ടതാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഗാന്ധിവധം നമുക്ക് പിന്നെ ചർച്ച അല്ല, ഞാനിത് വന്നപ്പോൾ സാന്ദർഭികമായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ
മോദിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമത് മോദി അങ്ങനെ പറഞ്ഞില്ല. സിനിമ കണ്ടപ്പോ ആളുകൾക്ക് തോന്നി ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നല്ലോ. ഇതാണ് ആ ഹിന്ദിയിൽ. അതെ, ഞാനതിൻ്റെ ഇംഗ്ലീഷ് കണ്ടു. ഇംഗ്ലീഷ് ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതിലങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനത് എഴുതുകയും ചെയ്തു വന്നിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷേ മോദി വിരോധം കൊണ്ട് എന്തും പറയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ പറയുന്നത്. അതല്ല എൻ്റെ സംഭവം. മോദി സുതാര്യമായൊരു ജീവിതമുണ്ട് മോദിക്ക്. ആ സുതാര്യമായ ജീവിതത്തിന് ഇന്ത്യൻ സംസ്കാരം കൊടുക്കുന്ന അംഗീകാരമാണ് ഈ പോസിറ്റീവ് ഇൻകംബൻസി എന്ന് പറയുന്നത്. അതുണ്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. നെഹ്റു ഗാന്ധിയെ കണ്ടെത്തിയിരുന്നില്ല, മോദിയാണത് ചെയ്തത്. അതെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. 1967 എൻ്റെ ഒരു ഓർമ്മ. സബ്ജക്റ്റ് ടു കറക്ഷൻ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ സ്ഥാപിക്കുന്നത് എന്തായിരുന്നു? കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ്. രാമൻ ഒരു കാര്യം അറിയാമോ? അവിടെ ഞാൻ ഫിലോസഫിയിൽ ഗവേഷണം നടത്തണം എന്ന് കരുതി ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ ആകെ ഗവേഷണം നടത്താവുന്ന എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരേ ഒരാൾ കാൻറ്റ് മാത്രമാണ്. കാരണം മോഡേൺ യൂറോപ്യൻ ഫിലോസഫിയിൽ മാത്രമേ അവിടെ പഠനമുള്ളൂ. ഇന്ത്യയിലാണ് യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പഠനമുള്ളത് മോഡേൺ യൂറോപ്യൻ ഫിലോസഫിയിൽ. KR നാരായണൻ ഇരിക്കുന്ന കാലത്താണ്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തുമൊക്കെ എഴുതിയിരുന്നു. എൻ്റെ അമ്മാവൻ്റെ കൂടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബന്ധമൊക്കെ പറഞ്ഞ് പിടിച്ച് ഞാൻ ഒരു കത്തൊക്കെ എഴുതിയപ്പോൾ പറഞ്ഞു, ഇപ്പം എല്ലാം കഴിഞ്ഞു പോയി, അടുത്ത വർഷം അപേക്ഷിക്കാൻ പറഞ്ഞ്. അടുത്ത വർഷം വന്നപ്പോഴേക്കും അങ്ങേരെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു കാര്യം, ഞാൻ അപ്പോൾ അതിനിടയിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അവിടെ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർക്ക് ഇതൊന്നും കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നതിനും കമ്മ്യൂണിസം പഠിപ്പിക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയ ഒരു സർവകലാശാലയാണ്. എന്തുകൊണ്ടാണ് ആ തലസ്ഥാന നഗരിയിൽ മഹാത്മാഗാന്ധിയുടെ സിദ്ധാന്തങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതികളും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും ഒക്കെ സവിസ്തരം പഠിക്കുന്നതിനുള്ളൊരു സർവകലാശാല ഇല്ലാതെ പോയത്? അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സർവകലാശാലയ്ക്ക് ഗാന്ധിയുടെ പേര് കൊടുക്കണ്ടേ? അത് വേണം. പക്ഷേ നമ്മുടെ നാട്ടിലെ എല്ലാത്തിനും നെഹ്റുവിൻ്റെയോ 175 സ്ഥാപനങ്ങൾക്ക് നെഹ്റു കുടുംബത്തിൻ്റെ പേരാ കൊടുത്തേക്കണം. എല്ലാം മനസ്സിലാക്കാൻ പറ്റും. വിമാനത്തിൽ യാത്ര ചെയ്ത് വിമാനാപകടത്തിൽ മരിച്ച സഞ്ജയ് ഗാന്ധിയുടെ പേരിലും സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് എന്ത് ന്യായീകരണമുള്ളത്? സഞ്ജയൻ വിമാനത്തിൽ പോയി വിമാനാപകടത്തിൽ മരിച്ച്, അങ്ങനെ വിമാനാപകടത്തിൽ മരിച്ചു പോയിട്ടുള്ള MP മാരുടെ പേരിലൊക്കെ ഇതുണ്ടോ? പ്രോ ഇൻകംബൻസി ഇറ്റ് ഈസ് എ ഫാക്റ്റ്. അത് കാരണം നെഹ്റുവിൽ നിന്ന് പക്ഷെ ജനം തിരിച്ചറിഞ്ഞല്ലോ. ജനത്തിന് സത്യം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ജനത്തിന് സത്യം തിരിച്ചറിയാനുള്ള കഴിവ് ജനത്തിനുണ്ട്. ആ പ്രോ ഇൻകംബൻസി ഉള്ളതുകൊണ്ട്, അത് മുൻകൂട്ടിയൊക്കെ കണ്ടതുകൊണ്ടാണ് 400 സീറ്റ് എന്ന ലക്ഷ്യം മോദി മുന്നോട്ട് വെച്ചത്. എന്നിട്ട് ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല. അദ്ദേഹം എനിക്ക് എഴുതിയൊരു കത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത്, വി ഷുഡ് നോട്ട് ലീവ് നോട്ട് സ്റ്റോൺ അൺടേൺഡ് എന്നാണ്. ജയിക്കും എന്നുള്ളതിൻ്റെ പേരിൽ പണിയെടുക്കാതിരിക്കരുത്, കഠിനമായി പണിയെടുക്കണം. ഏറ്റവും കൂടുതൽ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി. കേരളത്തിൽ പോലും, കേരളത്തിലെ ഞാൻ ആലപ്പുഴ രാധാകൃഷ്ണൻ വിചാരിക്കുന്നത് 400 സീറ്റ് എന്നുള്ളതൊരു അപ്രാപ്യമായ സംഖ്യ അല്ല. ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ജയമുള്ളതായിട്ട് ഈ പ്രഡിക്ഷനിലൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ BJPക്ക് BJPക്ക് ജയമുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. മാത്രവുമല്ല, അല്ല ഈ എക്സിറ്റ് പോളുകളിൽ അല്ല, ഇവർ പറയുന്ന പ്രകാരം എത്ര ശതമാനമാണ് ഇവിടുത്തെ വോട്ട് ഷെയർ എന്ന് എനിക്കറിയില്ല. BJPയുടെ എത്ര ശതമാനം തന്നിട്ടുണ്ടെന്നറിയില്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ ആ വോട്ട് ഷെയർ 27 അല്ല, അതിനപ്പുറത്തേക്ക് പോകും. അത് ജൂൺ 4 അറിയാൻ പറ്റും നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.